എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, രണ്ടും മൂന്നും ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടറിന് ഒറ്റ തീരുമാനമായിരുന്നു. ഡിസ്കോ ഡിക്കുഞ്ഞ എന്ന് പറയുന്ന ഒരു ഫോറൻസിക്, അത് തന്നെ ബേസിക്കലി വന്നിട്ട് ഒരു പ്രത്യേക സ്വഭാവവും ക്യാരക്ടറൊക്കെ ഉള്ള ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ, സ്ലീപ് സിനിമ. അപ്പോൾ ഈ ദൃശ്യഭാഷ സാക്ഷരതയിലും മൂവിങ് ഇമേജസും സിനിമയാണ്. അപ്പോൾ ഫിലിമിനെ കാണിക്കുന്നു, ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഷോർട്ട് ഫിലിംസുകൾ ഞാൻ വന്നിട്ട് ലോകത്ത് നാനാഭാഗങ്ങളിൽ കൂടെ കാണിക്കുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഒരു പടം ഹിറ്റായതിന് ശേഷം ഞാൻ ഒരുപാട് വർഷം ഞാൻ സിനിമയിലേക്ക് വന്നില്ല. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ദിസ് ഈസ് എ റൈറ്റ് ടൈം ഫോർ മീ ടു സ്റ്റോപ്പ് ആൻഡ് ഡു സംതിങ് എൽസ്. ആക്ച്വലി എൻ്റെ ഇഷ്ടമുള്ള അങ്ങനെ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും മലയാള സിനിമയുടെ മിന്നം താരമായിരുന്ന ഒരു ആക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിനെ പറ്റി ഒരു ഒറ്റ സെന്റൻസിൽ പറയാനാണെങ്കിൽ മോർ ദാൻ ആൻ ആക്ടർ. CP ടോക്സിൽ ഇന്ന് കൂടെ ഉള്ളത് രവീന്ദ്രൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം, വെൽക്കം ടു CP ടോക്സ്. ഇപ്പം പുതിയ സിനിമകളുടെ തിരക്കിലാണെന്നറിയാം. അപ്പം ലേറ്റസ്റ്റ് റിലീസ് DNA എന്ന മൂവിയാണ്. സോ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിൽ ചേട്ടൻ്റെ ക്യാരക്ടറാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയുണ്ട് വരുന്നത്? ഒരു ചെറിയ കുറച്ച് വർഷത്തെ ഒരു ഇടവേള കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു DNA സിനിമയിലേക്ക് വന്നത്. അപ്പം ആ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി റെസ്പോൺസാണ്. ഒന്നാമത് ആ ക്യാരക്ടർ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടറാണ് അത്. ഡയറക്ടർ സുരേഷ് ബാബു, അതേപോലെ അതിൻ്റെ റൈറ്റർ AK സന്തോഷമാണ്. അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അപ്പോഴാണ് ഞാനത് കേട്ടത്. ആക്ച്വലി എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, രണ്ടും മൂന്നും ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടറിന് ഒറ്റ തീരുമാനമായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ദുബായിലുള്ള സമയത്താണ്, ഞാനിപ്പം മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, ഫിലിം ടീച്ചിങ്ങും ഫിലിം അക്കാഡമിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും ഫെസ്റ്റിവലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു സുരേഷ് ബാബു. പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ്, ഒരു അടിപൊളി ക്യാരക്ടറാണ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പടം ഉപ്പുവെള്ളം പ്രദേശമൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷുവറായിട്ട് ഞാൻ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കെട്ടിയോളാൻ മാലാഖയ്ക്ക് ശേഷം അത് കോവിഡിന് ശേഷം ഞാൻ വന്ന് യഥാർത്ഥത്തിൽ വന്ന് ബാക്കി ഈ എൻ്റെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രവർത്തനങ്ങളെ വന്നിട്ട് റിവാമ്പ് ചെയ്യായിരുന്നു. ഐ ഹാഡ് ടു സെറ്റ് ഇറ്റ് അപ്പ്. അത് ഓൾഡ് വേ. കാരണം എല്ലാം കൂടി ഒന്നും ഒരു കയോസിലായിപ്പോയായിരുന്നല്ലോ. ഈ മിഡിൽ ഈസ്റ്റിന് പല കാര്യങ്ങളിലും അത് ബാധിച്ചായിരുന്നു ഈ കോവിഡ് സമയമായത്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ കിട്ടുന്ന സമയത്താണ് എന്നെ വിളിച്ചത്. അങ്ങനെ അത് ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ അഭിനയിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ ഈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. വളരെ ഈസി. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്കോ ഡിക്കുഞ്ഞ എന്ന് പറയുന്ന ഒരു ഫോറൻസിക്, അത് തന്നെ ബേസിക്കലി വന്നിട്ട് ഒരു പ്രത്യേക സ്വഭാവവും ക്യാരക്ടറൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതിനെ മോൾഡ് ചെയ്യാനും അതിൻ്റെ ഒരു പെർഫോമിങ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനും വന്നിട്ട് വളരെ ഈസി ആയിരുന്നു എനിക്ക് വന്നിട്ട് അതിനകത്ത്. അപ്പം അതിനകത്ത് അതിൻ്റെ എല്ലാ ബോഡി ലാംഗ്വേജ് നമുക്ക് വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കെട്ടിയോളാണെൻ്റെ നാലൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ഒരു 5 വർഷത്തോളം ഗ്യാപ്പ് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? ആക്ച്വലി 5 വർഷം വന്നിട്ട് 3 വർഷത്തോളം ആയിരിക്കല്ലോ, 3-4. കഴിഞ്ഞ വർഷമാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. അതെ അതെ. ഇതിനിടയ്ക്ക് വന്ന് ഒരുപാട് പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നു പറഞ്ഞാൽ ഞാൻ വേറൊരു എൻ്റെ മിഡിൽ ഈസ്റ്റിലുള്ള ഓപ്പറേഷൻസ് റീബിൽഡ് ചെയ്യായിരുന്നു. അപ്പോൾ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് പുട്ട് എ ലോട്ട് ഓഫ് എഫർട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിലിം ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുന്നു. പിന്നെ എൻ്റെ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന എൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, ദൃശ്യഭാഷ സാക്ഷരത. അത് ഞാൻ അവിടെ ലോഞ്ച് ചെയ്തായിരുന്നു. അത് ഫസ്റ്റ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ബുക്ക് എക്സിബിഷൻ ആൻഡ് ഒരു ഫെയർ നടക്കുന്ന ഒരു സ്ഥലമാണത്. ഓൾമോസ്റ്റ് 1.5 മില്യൺ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഫെയറാണ്. അപ്പോൾ അതിൽ എനിക്ക് അവർ സ്പേസ് തരുവാണ്. ആക്ച്വലി ഈ ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 3 hours അതിൻ്റെ പ്രസൻറ്റേഷനും വർക്ക്ഷോപ്പും ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിന് മിഡിൽ ഈസ്റ്റിൽ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി
ഞാൻ അതിൻ്റെ കാര്യങ്ങളിൽ കണക്കുമായിരുന്നു. അങ്ങനെ നിക്കോൺ മിഡിൽ ഈസ്റ്റുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ഈ വിഷ്വൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി സ്റ്റാർട്ടഡ് അതേ യൂസ് ടു ഗീവ് മീ എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എനിക്ക് തരുന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഈ വിഷ്വൽ ലിറ്ററസിയുടെ വർക്ക്ഷോപ്പും അതിൻ്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ പോയിരുന്നത്. സ്കൂൾ തൊട്ടിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ വരെയും വന്നിട്ടുള്ള ക്യാമ്പസ് തലത്തിൽ എല്ലാവർക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ അതൊക്കെ സിനിമയുടെ കൂടി ഒരു ഭാഗമാണല്ലോ അത്. അപ്പോൾ അത് ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുക, ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഒരുമിച്ച് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ബേസിക്കലി പക്ഷേ ഐ എം സ്റ്റിൽ ഇൻ ദ സിനിമ, വെദർ ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഓർ ഞാൻ ക്യാമറയ്ക്ക് പുറകിലാണോ എന്നുള്ളതല്ല, ഞാൻ സിനിമയിൽ തന്നെ ഐ ഈറ്റ് സിനിമ എപ്പോഴും ഉണ്ട്. ഞാൻ ഐ ഈറ്റ് സിനിമ, ഡ്രിങ്ക് സിനിമ, സ്ലീപ് സിനിമ. അപ്പോൾ ഈ ദൃശ്യഭാഷ സാക്ഷരതയിലും മൂവിങ് ഇമേജസും സിനിമയാണ്. അപ്പോൾ ഫിലിമിനെ കാണിക്കുന്നു, ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഷോർട്ട് ഫിലിംസുകൾ ഞാൻ വന്നിട്ട് ലോകത്ത് നാനാഭാഗങ്ങളിൽ കൂടെ കാണിക്കുന്നു. അതിന് അവർക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നു, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുന്നു, ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു. സോ ഇറ്റ്സ് എ ലോങ് ജേർണി ഞാൻ ഓൾറെഡി ചെയ്തല്ലോ എൻ്റെ ആക്ടിങ്ങിലത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോടെ ഞാൻ മൈ വേ ഓഫ് ലീവിങ് ആക്ച്വലി ഞാൻ പപ്പയുടെ ഇതിങ്ങനെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഒരു പടം ഹിറ്റായതിന് ശേഷം ഞാൻ ഒരുപാട് വർഷം ഞാൻ സിനിമയിലേക്ക് വന്നില്ല. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ദിസ് ഈസ് എ റൈറ്റ് ടൈം ഫോർ മീ ടു സ്റ്റോപ്പ് ആൻഡ് ഡു സംതിങ് എൽസ് ആക്ച്വലി. എൻ്റെ ഇഷ്ടമുള്ള ഞാൻ അങ്ങനെ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും ലൈക്ക് സ്റ്റീൽ സ്ട്രക്ചറൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പലതരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് കയറുകയും അങ്ങനെയാണ് എനിക്കൊരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ എനിക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 19 years ബാക്ക്. ഒരു മിനിറ്റ് താഴത്തുനിന്ന് കേട്ടോ, നീ മുകളിലേക്ക് ഇട്ടുകൊണ്ടാണ്. നീ ഇത്തിരി താഴത്ത് വെച്ചാൽ ആ ലൈറ്റ് ഒന്ന് താത്തിയാൽ ഇതില്ല. നീ ഇപ്പം ഈ മുകളിൽ നിന്ന് വന്നിട്ട ലൈറ്റ് തന്നെ അല്ല, നീ ഇങ്ങോട്ടേക്ക് അടിക്കും. എൻ്റെ ഇതിൻ്റെ ഇവിടെ ഇല്ലേ ഓക്കെ അല്ല, അതിൻ്റെ ലുക്ക് പിന്നെ മാറിപ്പോകും. ഇപ്പൊ കിടക്കല്ലേ? ആ ഓക്കെ, ഞാൻ ഇങ്ങനെ ഓക്കെ ഓക്കെ ഇത് റോളിംഗ് അല്ലേ? ഓക്കെ ചോദിച്ചത് പറഞ്ഞു. എന്താ ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞാൽ മതി. പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞു. ഓക്കെ, സോ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. ലൈക്ക് ഞാൻ അപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തു കഴിഞ്ഞായിരുന്നു. കൂടുതൽ സിനിമകൾ ചെയ്തു. തമിഴ്, തെലുങ്ക്, മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. സോ എൻ്റെ ആദ്യത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഫാൻറ്റസിയുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ലെവലിലെത്തി. ഞാനൊരു ആഗ്രഹങ്ങളിലൂടെ ഒരു ഫാൻറ്റസിയിലൂടെ ജീവിക്കുന്ന ഒരു ആക്ച്വലി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രീമിനെ ഐ ചേസ് മൈ ഡ്രീംസ് ആക്ച്വലി. ഐ തോട്ട് ആക്ച്വലി ഈ കിട്ടിയ ഫെയിമിന് എനിക്ക് മറ്റു കാര്യങ്ങളില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഈ പഠിക്കുന്നതിലൂടെ വന്നിട്ട് എനിക്ക് ഈ ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ കാണാൻ സാധിച്ചു. ഇറ്റ്സ് എ ചേഞ്ചിങ് ടൈം ആക്ച്വലി. ലൈക്ക് അനലോഗിൽ നിന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഡിജിറ്റലിലേക്ക് വരുന്ന സാധനങ്ങൾ 256 കളേഴ്സിൽ നിന്ന് വന്നിട്ട് മില്യൺസ് ഓഫ് കളേഴ്സിലേക്ക് വന്നിട്ട് സാധ്യതകൾ നമുക്ക് കയറുന്നു. നമ്മുടെ സാധ്യതകൾ നമുക്ക് കൂടുതൽ കളേഴ്സുകളിലേക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. സൗണ്ട് ഭയങ്കരമായിട്ട് വന്ന് ടെക്നോളജിക്കലായിട്ട് ഭയങ്കര ഉയർച്ച വരുന്നു ആക്ച്വലി വന്നിട്ട്. സോ ദീസ് ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ആൻഡ് ആക്ച്വലി തിങ്കിങ് ഷിഫ്റ്റ് ആക്ച്വലി സ്വന്തം വീട്ടിൽ എല്ലായിടത്തും വന്നിട്ട് ലൈക്ക് മോഡേൺ തിങ്കിങ് വരുന്നു. ദിസ് ഇസ് ദ തേർഡ് വേവ് ബേസിക്കലി വി കോൾ ഇറ്റ് ആക്ച്വലി. ദ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടായത് അഗ്രികൾച്ചർ വേവാണ്. ദിസ് നമ്മുടെ സിവിലൈസേഷനാണ്. അതിനു മുമ്പ് നമ്മൾ പോയി കിട്ടുന്നതെല്ലാം വന്ന് തിന്നുകയായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫാമിങ്ങോ അല്ലെങ്കിൽ ഒന്ന് അഗ്രികൾച്ചറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ വേവ് അവനുണ്ടാകുന്നത് അവന് വേണ്ട സാധനങ്ങളെ ഉൽപ്പത്തി ചെയ്യാൻ സാധിക്കുകയാണ്. അവന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് വേൾഡ് ഇസ് കോൾഡ് ദാറ്റ് മൂവ്മെൻറ്റ്
ഹാപ്പൻ ടു എ സിവിലൈസേഷൻ നമ്മുടെ ഇതിനകത്ത് അഗ്രികൾച്ചർ വേവാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് വേവ്. സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേവാണ്. അതുവരെയും ചെയ്യുന്നത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് ശേഷം വന്ന് മിഷനറികളുടെ ഇത് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ വേവിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? അതുവരെയും ചെയ്തിരുന്ന അടിമകളെ വെച്ച് ചെയ്തിരുന്ന ജോലികൾ ഒരു മെഷീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ദെയർ എ ചേഞ്ച് ഹാപ്പൻ. നൗ ദ തേർഡ് വേവ് കംസ്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വരവാണ്. സോ അതിനോട് കോപ്പപ്പ് ചെയ്യുക എന്നുള്ളതും ന്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടാകുന്നു, എല്ലാത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യൻ മിത്തും ഫിസിക്സും തമ്മിൽ വന്നിട്ടുള്ള അതിൻ്റെ കണക്ഷൻസിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വരുന്നു. ലൈക്ക് ന്യൂ ഏജ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വന്നതും. സോ ലൈക്ക് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വരുന്നു. സോ ദർ ഇസ് എ ചേഞ്ച്. ആൻഡ് ദാറ്റ് ഇസ് എ ടൈം ആക്ച്വലി ഐ ജംപ്ഡ് ഇൻ ടു ദൃശ്യഭാഷ, വിഷ്വൽ ലിറ്ററസി. ഇത് ഇമേജ് എങ്ങനെ വന്നെല്ലാം കാരണം ഇമേജ് വന്ന് ഭയങ്കര എൻഹാൻസ് ചെയ്തിട്ടുള്ള ഇമേജുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാധ്യതകളെ ലൈക്ക് ബേസിക്കലി ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക് കമ്പനി ഉണ്ടായിരുന്നു. അത് ഫോർ ദ ഫസ്റ്റ് കമ്പനി എന്ന് നമുക്ക് പറയാം. കമൽഹാസനൊക്കെ അതിനകത്ത് പാർട്ട്നേഴ്സായിരുന്നു. എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മറ്റേ രാംകുമാർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവൻ അമേരിക്കയിൽ പോയിട്ട് അനിമേഷൻ പഠിച്ചു വന്നത് തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാം കൂടി അതിൻ്റെ പാർട്ട്ണറായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വന്ന് എനിക്കൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിന് എക്സ്പോഷർ ടു ദ ന്യൂ ടെക്നോളജി, കമ്പ്യൂട്ടർ. ലൈക്ക് എന്നിലിപ്പോഴും അന്നത്തെ 256 കമ്പ്യൂട്ടർ ഇപ്പോൾ ഉണ്ട്. 82 അതിൻ്റെ 386 ഒക്കെ വന്നത് 90-ലാണ് വന്നത്. അപ്പോൾ ദീസ് ആർ ദ തിങ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് AI വരുവാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ബുക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്, ദ AI ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറയുന്ന ഒരു അക്കാഡമിക്. യെസ് യെസ്. സിനിമ വിൽ ബി കൺട്രോൾഡ് ബൈ AI നൗ. ആക്ച്വലി AI ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യത്തിൽ അസിസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യും. അത് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് മാറുകയാണ്. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേക്കെ വായിച്ചായിരുന്നു, ക്യാമറ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഈ ക്യാമറയുടെ ക്യാമറയുടെ ബാക്കിൽ നിന്ന ആളുകളുടെ അത്ര ഒരു വർക്ക് കുറഞ്ഞു കിട്ടാണ്. കൂടുതലും ക്യാമറ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വരും എന്നൊക്കെ. ബേസിക്കലി വന്നിട്ട് ക്യാമറ നമ്മൾ പറഞ്ഞ പോലെ അത്രത്തേക്ക് ഇപ്പോൾ ഒന്നും അഡ്വാൻസ് ആയിട്ടില്ല. ബട്ട് ഓഫ് കോഴ്സ് ദർ ആർ ലോട്ട് ഓഫ് പ്രോംപ്റ്റ്സ് ആക്ച്വലി വന്നിട്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ്സുകൾ നമ്മൾ ചെയ്യുന്നതിനകത്തുകൂടി നമുക്ക് AI ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ശരിക്കും വന്നിട്ട് AI ChatGPT ഒക്കെ വന്നിട്ടുള്ളതിനകത്ത് നമുക്ക് വന്നിട്ട് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് തരികയും നമ്മൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോളജ് വന്നിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് നെറ്റിനേക്കാളും ഒരു ഹൈ ലെവലിലേക്ക് നമ്മൾ എത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന AI ആപ്പുകൾ വന്നിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ ഡിസൈൻസിലെല്ലാം വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ക്യാമറകളിലും വന്നിട്ടുള്ളതിനകത്തേക്ക് എല്ലാത്തിലും AI ഈ ടെക്നോളജി എപ്പോഴും അങ്ങനെയാണല്ലോ. ടെക്നോളജി എല്ലാത്തിലേക്കും വന്നിട്ട് നമ്മുടെ സോഷ്യൽ ലൈഫിനകത്തേക്ക് എല്ലാവരും അതിനെ യൂസ് ചെയ്യും, എല്ലാത്തിനും. കാരണം നമ്മൾ അങ്ങനെയാണ്, ഹ്യൂമൻ ഗ്രോത്ത് അങ്ങനെയാണ്, ഈ സിവിലൈസേഷൻ്റെ ഗ്രോത്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പം അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലൈക്ക് ഐ ലവ് ആർട്ട് ആക്ച്വലി. സോ കേവ് ആർട്ട് തൊട്ടിട്ടുള്ള എൻ്റെ പഠനം അതാണ് ആക്ച്വലി. ഓരോ പീരീഡിലും എന്താണ് ആർട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ടെക്നോളജി ഷിഫ്റ്റ് ഇത് ആക്ച്വലി ഫ്യൂൾ ദിസ് ചേഞ്ച് ഇപ്പോൾ ഉള്ള ആർട്ടിലും സിനിമയിലും എല്ലാം വന്നിട്ട്.